കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാന ചർച്ചയാണ് കേരളത്തിൽ തൂക്ക മന്ത്രിസഭ ഉണ്ടാകുമെന്ന്. നിലവിൽ അതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ 2 ദിവസത്തിനു മുമ്പേ ഒരു എക്സിറ്റ് പോൾ പുറത്തു വന്നിരുന്നു. അതിൽ ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ കേരളത്തിൽ തൂക്കുസഭ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കേരളത്തിൽ തൂക്കുസഭയ്ക്ക് പോലും സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രവചനമാണ് ടുഡേയ്സ് ചാണക്യ പുറത്തുവിട്ടത്. UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് ടുഡേയ്സ് ചാണക്യ പറയുന്നത്. പുറത്തു വന്ന കണക്കുകൾ പ്രകാരം UDFിന് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും LDFിനും ഭരണത്തിൽ ഏറാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. UDF 60 മുതൽ 78 സീറ്റുകൾ വരെ നേടിയേക്കാമെന്ന് പ്രവചിക്കുമ്പോൾ LDF 55 മുതൽ 73 സീറ്റുകൾ വരെ നേടാൻ സാധ്യത ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനൊപ്പം തന്നെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി വലിയ ഒരു നേട്ടമുണ്ടാകുമെന്ന പ്രവചനവുമാണ് പുറത്തേക്ക് വരുന്നത്. അതായത് NDA 3 മുതൽ 11 സീറ്റുകൾ വരെ നേടി നിർണായകമായ ഒരു ശക്തിയായി കേരളത്തിൽ മാറുമെന്നാണ് ചാണക്യയുടെ പ്രവചനം. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ ഇക്കൊരു തൂക്കുസഭയാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അങ്ങനെയാണ് ചാണക്യ വിലയിരുത്തുന്നത്. ചാണക്യ പറയുന്നത് സാമുദായിക കണക്കുകൾ പ്രകാരമാണ്. അതായത് ടുഡേയ്സ് ചാണക്യയുടെ എക്സിറ്റ് പോളിൽ കേരളത്തിലെ സമുദായങ്ങളുടെ വോട്ട് വിഹിതം ആർക്ക് അനുകൂലമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നായർ വോട്ടുകളിൽ BJPക്കാണ് വലിയ മുന്നേറ്റമായി കാണിക്കുന്നത്. BJPക്ക് 39% നായർ വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. UDFിനാകട്ടെ 32%, LDFിന് 28% വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് ചാണക്യ പറയുന്നത്. മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് ഒഴുകിയെന്നും സർവേ പറയുന്നുണ്ട്. 62% മുസ്ലിം വോട്ടുകളും UDFിന്റെ പെട്ടിയിൽ വീണു എന്നാണ് പ്രവചനം. LDFിന് 33%, BJPക്ക് 4%മാണ് മുസ്ലിം വോട്ട് ലഭിക്കുക. ഈഴവ സമുദായത്തിന്റെ കാര്യത്തിലായാൽ LDFിന് മേൽക്കൈ തുടരുമെന്ന് സർവേ പറയുന്നുണ്ട്. അത് 47%ഓളം ഈഴവ വോട്ടുകളും LDFിനാകും ലഭിക്കുക. 20% വോട്ടിലേക്ക് UDF ഒതുങ്ങുമ്പോൾ BJP 32%ഓളം നേടുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. ക്രിസ്ത്യൻ വിഭാഗം ഇക്കുറിയും UDFിന് അനുകൂലമാണ്. 53% വോട്ടും UDFിനായിരിക്കുമെന്നാണ് പ്രവചനം. 34% LDFിനും 11% BJPക്കും ലഭിക്കും. SC ഭാഗത്തിൽ LDFിന് 49%, UDFിന് 31%, BJPക്ക് 18% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. മൊത്തം വോട്ട് വീതത്തിൽ കാര്യത്തിൽ UDFിന് 40%, LDFിന് 38%, NDAക്ക് 20% നേടുമെന്നാണ് പ്രവചനം. അങ്ങനെ പലതരത്തിലുള്ള, അതായത് 9 എക്സിറ്റ് പോളുകളാണ് 2 ദിവസത്തിന് മുമ്പേ പുറത്തേക്ക് വന്നത്. അതിൽ പലതരത്തിൽ UDFിനാണ് ഇനി അടുത്ത കേരളം 5 വർഷത്തേക്ക് ഭരിക്കാൻ പോവുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ 9 എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം NDA, അതായത് BJP കേരളത്തിൽ സീറ്റ് തുറക്കും, അക്കൗണ്ട് തുറക്കും. 3 സീറ്റുകൾ അല്ലെങ്കിൽ ഒരു 11 സീറ്റുകൾ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 14 സീറ്റിന്റെ അകത്തേക്ക് വരെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ നിയമം, അതായത് കേരളത്തിന്റെ ഒരു ഗുജറാത്ത് എന്ന് പറയുന്നത് ഒരു നിയമമണ്ഡലമാണ് BJP പറയുന്നത്. അവിടെ BJP അക്കൗണ്ട് തുറക്കും. അതായത് പൂട്ടിച്ച അക്കൗണ്ട്, ശിവൻകുട്ടി പൂട്ടിച്ച അക്കൗണ്ട് രാജീവ് ചന്ദ്രശേഖരൻ തുറക്കും എന്ന് തന്നെയാണ് പല എക്സിറ്റ് പോളുകളും പറയുന്നത്. അങ്ങനെ കഴക്കൂട്ടം, പാലക്കാട്, വട്ടിയൂർക്കാവ്, അങ്ങനെ പല മണ്ഡലങ്ങളിലും BJP വോട്ട് വിഹിതം വലുതായിട്ട് വർദ്ധിക്കും. അവിടെയൊക്കെ BJP വിജയിക്കുമെന്ന് തന്നെയാണ് പല എക്സിറ്റ് പോളുകളും വരുന്നത്. ഇനി തിങ്കളാഴ്ചയോടുകൂടി കാത്തിരിക്കാം ഇതിനൊരു അന്തിമമായ ഒരു വിധി കിട്ടാൻ വേണ്ടി.